ഗിയർ ഓയിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതും നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇനി നമുക്ക് അടുത്തതിൻ്റെ പരിപാടി നോക്കാം. അടുത്തത് നമുക്ക് ഗിയർ ഓയിലിൻ്റെ പരിപാടി നോക്കാം. അടുത്തത് നമ്മൾ ഗിയർ ഓയിൽ മാറണം. ഗിയർ ഓയിൽ വരുന്നത് ഇവിടെയാണ്. ഗിയർ ഓയിൽ വരുന്നത് നമ്മളിത് മാറാൻ പോകണം. ഇതിൽ എത്ര അളവ് എത്ര ഒഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ എഞ്ചിൻ്റെ സൈഡിൽ തന്നെ നോക്കിയാൽ നമുക്ക് അവിടെ അളവ് കാണാം. പല വണ്ടിക്കും പല അളവായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 100 അപ്പോൾ നമ്മൾ 100 മില്ലിയാണ് ഇതിൽ ഒഴിക്കേണ്ടത്. നമുക്ക് ആദ്യം ഇത് ട്രെയിൻ ചെയ്തിട്ട് ഇത് ഓയിൽ മാറണം. അപ്പോൾ ഈ ഭാഗമാണ്, ഇതിൻ്റെ അടിയിലാണ് നെട്ട് വരുന്നത്. അടിയിലത്തെ നെട്ട് ഊരിയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യിക്കണം. അതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിക്കാം. നമ്മളിപ്പോൾ ഇതാണ് ഊരേണ്ടത്. ആ ക്യാപ്പ് ഇച്ചിരി ടൈറ്റാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പ്ലെയർ നോക്കിയിട്ട് ഇവിടെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പ്ലെയറിന് പകരം യൂസ് ചെയ്യുന്നത് അഡ്ജസ്റ്റബിളാണ്. ഇതേപോലെ വെച്ചിട്ട് അളവിന് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ഊരുകയാണ്. അഡ്ജസ്റ്റബിൾ വെച്ച് ഞാൻ ലൂസ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഊരിയെടുക്കാം. ഇതാണ് കൂട്ടുകാരൻ പോയ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. നമുക്ക് അടുത്തായിട്ട് ഇനി ഇതിൻ്റെ ചൂട് വശത്ത് ഇതിൻ്റെ നെട്ടുണ്ട്. നെട്ട് നമുക്ക് അഴിച്ചെടുക്കും. ഇവിടെയാണ് നെട്ട് വരുന്നത്. ഈ ഭാഗത്ത് ആ നെട്ട് നമുക്ക് അഴിക്കണം. ഇരിക്കാൻ പോവാണ് ഇതിൻ്റെ അടിയിലത്തെ നെറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ് വരുന്നത്. 12 mm. അപ്പോൾ ഞാൻ ഇരിക്കാൻ പോകണം. ഈ ഭാഗത്താണ് വരുന്നത്. നമ്മളത് നല്ലപോലെ മുറുക്കിയിട്ടുണ്ട്. അത് മുറുക്കി കഴിഞ്ഞ് ഇതാണ് ഓയിൽ. ഇത് നമുക്ക് 100 ml ആണ് വരുന്നത്. 125 ml ആണ് ഇതിന് വരുന്നത്. 100 ml ആണ് ഇതിനകത്ത് ഒഴിക്കാറുള്ളത്. നമുക്ക് 25 ml ബാലൻസ് വെച്ചിട്ട് 100 ml ഒഴിക്കും. ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഇത് ഡയറക്റ്റ് ഒഴിക്കാൻ ഒക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബിങ്കോടെ ഒരു കവർ എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ടാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഇതേപോലെ കവർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം കറക്റ്റായിട്ട് അങ്ങോട്ട് തന്നെ പോകും. ഇതേപോലെയാണ് വെച്ചിട്ട് ഒഴിക്കും. നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ക്യാപ്പ് ഇടാം. ഇതാണ് ക്യാപ്പ്. മണ്ണും പൊടിയൊന്നും ആവാതെ ഒന്ന് എടുത്ത് വൃത്തിയാക്കിയിട്ട് വേണം എടുത്തിടാൻ. നമ്മുടെ ഓയിൽ മാറി ഗിയർ ഓയിലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഊരാനുള്ളത് എൻജിൻ ഓയിലാണ്. എൻജിൻ ഓയിൽ ട്രെയിൻ ചെയ്തിട്ട് ഇനി എൻജിൻ ഓയിൽ മാറണം.